ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എലിമെൻ്ററി ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ മെട്രിസസിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് അല്ലെങ്കിൽ അതിൽ മൂന്നെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് റോസ് തമ്മിൽ വേണമെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് പോസിബിൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് റോസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് എന്താണ്, ഈ തേർഡ് റോ എടുത്തിട്ട്, ഓക്കെ, ഇത് R3 അല്ലേ, ഇത് R3 ആണ്. അപ്പോൾ R3 എടുത്തിട്ട് ഇവിടെ എന്താണ് R1. ഓക്കെ, അപ്പോൾ ഇത് റോ 1ഉം റോ 3യും തമ്മിൽ ചേഞ്ച് ചെയ്തേക്കുവാണ്. ഓക്കെ, അങ്ങനെ ചേഞ്ച് ചെയ്താണ് ഈ പുതിയ മാട്രിക്സ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സെക്കൻഡ് റോ R2 എന്ന് പറയുന്നതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ബട്ട് R1ൻ്റെ സ്ഥാനത്ത് R3 വന്നു, R3യുടെ സ്ഥാനത്ത് R1 വന്നു. ഓക്കെ, ഈ ഓപ്പറേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക R1 ഇങ്ങനെ ചേഞ്ചിങ്, രണ്ട് സൈഡിലേക്കും ആരോ ഇടും. ഓക്കെ, R1 ചേഞ്ചിങ് ടു R3 ഇങ്ങനെ ഈ ഒരു രണ്ട് സൈഡിലേക്കും ആരോ ഇട്ടാണ് നമ്മൾ എഴുതുക. അതിൻ്റെ മീനിങ് R1ഉം R3യും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു. ഓക്കെ, R1ൻ്റെ സ്ഥാനത്ത് R3, R3യുടെ സ്ഥാനത്ത് R1. അപ്പോൾ അത് ഫസ്റ്റ് ഓപ്പറേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു റോനെ ഒരു നോൺ സീറോ നമ്പർ, ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോൺ സീറോ നമ്പർ ആയിരിക്കണം. അതായത് സീറോ വെച്ച് ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. നോൺ സീറോ നമ്പർ വെച്ച് വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതൊരു പോസിബിൾ ഓപ്പറേഷനാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് എന്താണ്, ഈ R2നെ, ഓക്കെ, സെക്കൻഡ് റോനെ ഈ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി, 3 × 2 6 വന്നു, 3 × 1 3, 3 × 2 6, അതുപോലെ 3 × 3 9. ഓക്കെ, അപ്പോൾ R2നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, R1നും R3ക്കും അപ്പോൾ ഒരു മാറ്റവും സംഭവിക്കില്ല. ഓക്കെ, ആ ഓപ്പറേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക R2 ചേഞ്ചിങ് ടു 3R2 എന്നാണ്. ഓക്കെ, R2നെ നമ്മൾ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതാണ് സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് ഓപ്പറേഷൻ, അതാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം, അല്ലെങ്കിൽ പലർക്കും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഈ തേർഡ് ഓപ്പറേഷനാണ്. തേർഡ് ഓപ്പറേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 1 റോ. ഓക്കെ, അതായത് ഒരു റോയുടെ ആ റോനെ നമ്മൾ ഇപ്പം നേരത്തെ മുകളിൽ ചെയ്തില്ലേ, സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്ത പോലെ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും ഒരു റോനെ. ഓക്കെ, എന്നിട്ട് അത് വേറൊരു റോ ആയിട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് നോക്കിക്കേ, ഇവിടെ R3, ഈ R3യിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, R1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, R1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് R3യിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതായത് ആ ഓപ്പറേഷൻ എന്ന് പറയുന്നത് R3 എന്ത് ചെയ്യുവാണ്, R3യുടെ ഒപ്പം 2R1 നമ്മൾ ആഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് കാണാം, 2 × R1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 × 1 2, എന്നിട്ട് ആ 2ഉം ഈ 5ഉം കൂടി ആഡ് ചെയ്ത് നമുക്കിവിടെ 7 കിട്ടി. അടുത്തത് ഈ 2 × വീണ്ടും 2, അപ്പോൾ 2 × 2 4, 4 പ്ലസ് ഈ 5 നമുക്കിവിടെ 9 കിട്ടി. അടുത്തത് 2 × 3 6 പ്ലസ് 1 7, അതുപോലെ 2 × 4, അപ്പോൾ നമുക്ക് 2 × 4 8 പ്ലസ് 0 എന്ന് പറയുമ്പോൾ 8 തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ R1ഉം ചേഞ്ച് ആവുന്നില്ല, R2ഉം ചേഞ്ച് ആവുന്നില്ല. ബട്ട് R3 എന്തായി, R3യുടെ ഒപ്പം തന്നെ നമ്മൾ R1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് R3യുടെ ഒപ്പം ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ഓപ്പറേഷൻസ് ആണ് നമുക്ക് എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഈ സെയിം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കോളത്തിലും ചെയ്യാം. ഓക്കെ, അതായത് 2 കോളം വേണമെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം, ഒരു കോളത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു നോൺ സീറോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഒരു കോളത്തിൻ്റെ മൾട്ടിപ്പിൾ വേറൊരു കോളായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതും പോസിബിളാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി 6 ഓപ്പറേഷൻസ് കിട്ടും, 3 റോയിലും 3 കോളത്തിലും. ഓക്കെ, അപ്പോൾ ഇത് എക്സാക്ട് സെയിം ആണ്, റോക്ക് പകരം നമ്മൾ കോളം സെലക്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് കാണിക്കുന്നില്ല, ബട്ട് അതിൻ്റെ കൺസെപ്റ്റ് സെയിം ആണ്. ഓക്കെ, നമുക്കൊരു 1-2 എക്സാമ്പിൾ ഒന്ന് ചെയ്യാം, അതൊന്ന് ക്ലാരിറ്റി വരാനായിട്ട്. ഇപ്പം ഇവിടെ ഒരു മാട്രിക്സ് ഉണ്ടെന്ന് വെച്ചോ, 1 2 3 3 1 2 1 0 0. ഓക്കെ, ഇങ്ങനെ ഒരു മാട്രിക്സ് ഉണ്ട്.
ഇപ്പം ഞാനിവിടെ ഒരു ഇതിൽ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ലെറ്റ്സ് സേ R2 ചേഞ്ചിങ് വിത്ത് R3 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിങ് മെട്രിക്സ് എന്ന് പറയുന്നത് R1 ചേഞ്ച് ഒന്നും വരില്ല. അപ്പോൾ 1 2 3 അങ്ങനെ തന്നെ കിടക്കും. ഈ 3 1 2ഉം 1 0 0യും തമ്മിൽ ചേഞ്ച് ആവും. അപ്പോൾ 1 0 0 ഇവിടെ വരും, 3 1 2 ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ റോസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം, ഫസ്റ്റ് ഓപ്പറേഷൻ തന്നെ ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ C2 C3 ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചോ. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താണ്? കോളം 2ഉം കോളം 3യും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കോളം ചേഞ്ച് ഒന്നുമില്ല, അപ്പോൾ 1 3 1. സെക്കൻഡും തേർഡും തമ്മിൽ മാറും. ഓക്കെ, അപ്പോൾ തേർഡ് കോളം എന്ത് വരും? സെക്കൻഡ് കോളം ആവും. സെക്കൻഡ് കോളം കിടന്ന നമ്പേഴ്സ്, അതായത് 2 1 0 തേർഡ് കോളമായിട്ട് ചേഞ്ച് ആകും. ഓക്കെ, അപ്പോൾ C2 ചേഞ്ചിങ് വിത്ത് C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്കിനി സെക്കൻഡ് ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇതിൽ നമ്മളിപ്പോൾ R3 ചേഞ്ചിങ് ടു 2 R3. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചോ, ഇവിടെ നമുക്ക് R3 ചേഞ്ചിങ് ടു 2 R2 അങ്ങനെ എഴുതാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ആ R3നെ തന്നെ ഒരു നമ്പർ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോസിബിൾ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ എഴുതൽ തെറ്റാണ് കേട്ടോ. അപ്പോൾ R3 ചേഞ്ചിങ് ടു 2 R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് R3നെ മാത്രം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 3 1 2 R3 എന്ന് പറയുമ്പോൾ അതിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ ഫസ്റ്റ് 1 ആണ്, അപ്പോൾ 2 ഇൻറ്റു 1 2. അടുത്തത് 2 ഇൻറ്റു 0 0 തന്നെ, 2 ഇൻറ്റു 0 0. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് R3 ചേഞ്ചിങ് ടു 2 R3 ഇങ്ങനെ വരും. ഇനി ഈ മുകളിലത്തെ സെയിം മാട്രിക്സ് തന്നെ ഞാനിപ്പോൾ R1 ചേഞ്ചിങ് ടു ഹാഫ് R1 എന്ന് വെച്ചോ. ഓക്കെ, ഹാഫ് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? R1ൻ്റെ വാല്യൂസിനെല്ലാം നമ്മൾ 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലിമെൻ്റ് എന്താവും? 1 ഇൻറ്റു 1/2. അപ്പോൾ അത് 1/2 തന്നെ. അടുത്തത് 2 ഇൻറ്റു 1/2 ആണ്. ഓക്കെ, സെക്കൻഡ് എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1/2. 2 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 2ഉം ക്യാൻസൽ ആവും, നമുക്ക് 1 വരും. ഓക്കെ, അപ്പോൾ 1 വരും. അടുത്തത് 1/2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 3/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് റോ. സെക്കൻഡ് റോയും തേർഡ് റോയും മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മളവിടെ 3 1 2 1 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെ നോൺ സീറോ ആവണം. ഓക്കെ, ഈ നമ്പർ നോൺ സീറോ, അതായത് 0 ആവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇങ്ങനെ ഇൻഡിജേഴ്സ് ആകാം, ഇങ്ങനെ ഫ്രാക്ഷൻസ് ആകാം. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സ് ആവാം. അപ്പോൾ R2 ചേഞ്ചിങ് ടു -3 R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണ്. ആകെ കണ്ടീഷൻ ഉള്ളത് ഇവിടെ 0 വരാൻ പാടില്ല. ഓക്കെ, നോട്ട് എ 0. ബാക്കി എന്ത് വേണമെങ്കിലും ആകാം, ഒരു കുഴപ്പവുമില്ല. ഓക്കെ, ഇനി അടുത്തത് തേർഡ് ഓപ്പറേഷൻ നമുക്കൊന്നും കൂടി നോക്കാം. തേർഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തായിരുന്നു? ഒരു റോനെ ഒരു നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് അത് വേറൊരു റോ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യണമെന്ന് വെച്ചോ, ഇപ്പോൾ R3 ചേഞ്ചിങ് ടു R3 പ്ലസ്. ഓക്കെ, എപ്പോഴും ഇങ്ങനെയായിരിക്കും, R3 ചേഞ്ചിങ് ടു R3 പ്ലസ്. ഓക്കെ, അത്രയും എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ R2 എന്നാണ് എഴുതുന്നതെങ്കിൽ R2 ചേഞ്ചിങ് ടു R2 പ്ലസ് എന്നാണ് എഴുതുക. അതല്ല R1 ആണെങ്കിൽ R1 ചേഞ്ചിങ് ടു R1 പ്ലസ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി R3 ചേഞ്ചിങ് ടു R3 പ്ലസ് നമ്മളിപ്പോൾ 2 R2 എന്ന് എഴുതുന്നു വെച്ചോ. ഓക്കെ, R3 ചേഞ്ചിങ് ടു R3 പ്ലസ് 2 R2. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ ശരിക്കും അത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് R2നെ എല്ലാം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അതായത് 3 1 2നെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ 2 ഇൻറ്റു 3 6, 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 2 4. ഓക്കെ, ഈ 3 1 2 ആയിരുന്നു നമുക്ക് R2ൽ കിടന്നത്. അപ്പോൾ 3 1 2 ഇങ്ങനെ 6 2 4 എന്നാകും. ഓക്കെ, ഇൻറ്റു 2 ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ R3ൽ ഉള്ള എലമെൻറ്റ്സ് 1 0 0 ആയിരുന്നു R3, ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 2 1.
അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മാട്രിക്സ് എന്തായി മാറും? R1-ഉം R2-നും ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പോൾ അത് 1 2 3 3 1 2 1 സോറി അത് തന്നെ R3 ചേഞ്ച് ആവും. അപ്പോൾ R3 പുതിയ വാല്യൂ എന്തായിരിക്കും? 1 2 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതായിരിക്കും റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ. ഇപ്പം നമുക്കിവിടെ ഈ സെയിം മെട്രിക്സ് തന്നെ 1 2 3 3 1 2 1 0 0. ഓക്കെ, ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട്. നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3നെ 0 ആക്കണം. ഓക്കെ, അപ്പോൾ ഈ 3നെ 0 ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്താ വേണ്ടത്? സെക്കൻഡ് റോ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ R2 ചേഞ്ചിങ് ടു R2. ഓക്കെ, ഇനി ഈ 3നെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ? അപ്പോൾ ഈ 1നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ 3 ആയിട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 3 കിടക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ R2-ൽ നിന്ന് 3 ടൈംസ് R1 മൈനസ് ചെയ്യണം. ഓക്കെ, കാരണം R1 എന്ന് പറയുമ്പോൾ 1 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ 3 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ 3 മൈനസ് 3 0 എന്ന് വരും. അപ്പോൾ നമുക്ക് R1-ഉം R3-ക്കും യാതൊരു ചേഞ്ചും ഇല്ല. ഓക്കെ, ബട്ട് R2 എന്താവും? R2 മൈനസ് 3 R1 ആകും. അപ്പോൾ 3 R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി ഡൗട്ട് ഉണ്ടെങ്കിൽ പയ്യെ സൈഡിൽ എഴുതി വെച്ചോ. R2 എന്ന് പറയുമ്പോൾ 3 1 2 ആണ്. നമ്മൾ ഇനി 3 R1 എന്ന് പറയുമ്പോൾ എന്താണ്? 3 ഇൻറ്റു 1 3 3 ഇൻറ്റു 2 6 പിന്നെ 3 ഇൻറ്റു 3 9. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3 മൈനസ് 3 0 വരും. 1 മൈനസ് 6 മൈനസ് 5 2 മൈനസ് 9 മൈനസ് 7. ഓക്കെ, അപ്പോൾ എലിമെൻറ്റ്സ് ഇവിടെ വരാൻ പോകുന്നത് 0 മൈനസ് 5 മൈനസ് 7. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന എലിമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ 0 നമുക്ക് ആക്കണമായിരുന്നു, നമുക്ക് അവിടെ 0 ആക്കി കിട്ടി. ഓക്കെ, ഇനി ഇത് 0 ആക്കണമെങ്കിലോ? അത് 0 ആക്കണമെങ്കിൽ ഒന്നും കൂടി എളുപ്പമാണ്. കാരണം ഇവിടെ 1 ഉണ്ട്, ഇവിടെ നമുക്ക് ഓൾറെഡി 1 ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? R3 ആണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ R3 ചേഞ്ചിങ് ടു R3 മൈനസ്, ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി, വേറെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ R3 മൈനസ് R1. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ജസ്റ്റ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിലത്തത് 1 2 3 തന്നെ. ഇവിടെ 0 മൈനസ് 5 മൈനസ് 7. അടുത്തത് 1 മൈനസ് 1 0 0 മൈനസ് 2 മൈനസ് 2 0 മൈനസ് 3 മൈനസ് 3. ഓക്കെ, R3 മൈനസ് R1 എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ 0 മൈനസ് 2 എന്ന് വരാം. അപ്പോൾ മൈനസ് 2 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ തേർഡ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ എലിമെൻ്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻവേഴ്സ് എന്താണെന്നുള്ളതും അതുപോലെ ഇൻവേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ.